അപ്പോൾ എല്ലാവർക്കും ഹായ്. നമുക്കിന്നൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ തേങ്ങയും മറ്റ് സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് സ്റ്റെപ്പായിട്ട് കണ്ടാലോ. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 5 കുഞ്ഞുള്ളി അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയും. നമ്മൾ തേങ്ങയൊക്കെ എത്ര എടുക്കണമെന്ന് വെച്ചാൽ ആ അളവിൽ വേണം സാധനങ്ങൾ എടുക്കാൻ. അപ്പോൾ 4 പേർക്കുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് പൊരികടലയാണ്. നമ്മൾ 2 സ്പൂൺ പൊരികടലയാണ് അരയ്ക്കാനായിട്ട് ഇടുന്നത്. പൊരികടല ഇട്ടാൽ തേങ്ങാ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ചട്നിക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരയേണ്ട ഭാഗത്തിനുള്ള വെള്ളം മാത്രമേ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിലൊന്നും അരയ്ക്കണ്ട, ചെറുതായിട്ട് തരിതരിപ്പൊക്കെ അതിൽ വേണം. ഇനി നമ്മളത് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഉരുളിയോ ചീഞ്ചട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടാതിരിക്കുന്നത് എന്തൊരവസ്ഥയാണ് അല്ലേ. അത് കഴിഞ്ഞപ്പോഴോ ചറവറാന്ന് പൊട്ടലായിരുന്നു. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പൊരികടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയും കൂടി കൊടുത്താലോ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം അങ്ങനെ ഒരു പുക അങ്ങനെ വന്നു. അപ്പോൾ 4 ആൾക്കുള്ള ചട്നിക്കുള്ള വെള്ളം ഇത്രയും മതിയാവും. ഇനി വെള്ളം ഒന്ന് നന്നായി വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിയുടെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഒരു അടിപൊളി തേങ്ങ ചട്നി ഉണ്ടാക്കിയപ്പോൾ ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഒന്നും ഇല്ലാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി പേപ്പർ ദോശ ഉണ്ടാക്കാം. പിന്നെ പേപ്പർ ദോശ ഉണ്ടാക്കാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പേപ്പർ ദോശയിൽ കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുത്താൽ അടിപൊളിയായി. അപ്പോൾ നമ്മൾ 2 പേപ്പർ ദോശ ഇവിടെ റെഡിയാക്കി. ഇതുവരെ ആരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. മുരുമുരാന്നുള്ള ദോശ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണേ. ഇനി നമുക്ക് ചട്നി ഒഴിച്ചിട്ട് നമ്മുടെ ദോശ ഒന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ തേങ്ങാ ചട്നി ഇതുപോലെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ പൊരികടല മസ്റ്റാണ്, അത് മറക്കല്ലേ. ദോശയുടെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ പോയി ദോശ കഴിക്കട്ടെ. ഓക്കെ ബൈ.